എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സോഷ്യൽ സയൻസ് 7ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന ഭാഗത്തിലെ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. സതി എന്ന ദുരാചാരത്തെക്കുറിച്ച് വിവരണം നൽകിയ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 ടു 1619 എന്ന കൃതി രചിച്ചത് വില്യം ഫോസ്റ്റർ ആണ്. സതി എന്ന ദുരാചാരത്തെക്കുറിച്ച് വിവരണം നൽകിയ ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 ടു 1619 എന്ന കൃതി രചിച്ചത് വില്യം ഫോസ്റ്റർ. ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ ശൈശവ വിവാഹം, സതി, വിധവാ വിവാഹ നിഷേധം, അടിമത്വം, നരബലി, പെൺശിശുഹത്യ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. PSC 1 മാർക്ക് ചോദ്യം. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. PSC 1 മാർക്ക് ചോദ്യം. വില്യം ബെന്റിക് പ്രഭു. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ വില്യം ബെന്റിക് പ്രഭു. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജം. PSC 1 മാർക്ക് ചോദ്യം. രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച സംഘടന ബ്രഹ്മസമാജം. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് വിശ്വസിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. PSC 1 മാർക്ക് ചോദ്യം. ആര്യസമാജം എന്ന സംഘടന സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ദയാനന്ദ സരസ്വതി. PSC 1 മാർക്ക് ചോദ്യം. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി ദയാനന്ദ സരസ്വതി. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫൂലെ. ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ്. ജ്യോതിറാവു ഫൂലെ സ്ഥാപിച്ച സംഘടന സത്യശോധക് സമാജ്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ചത് ജ്യോതിറാവു ഫൂലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യമഹിളാ സഭ സ്ഥാപിച്ച ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ഇവിടെ ആര്യമഹിളാ സഭയുണ്ട് കേട്ടോ. ആര്യമഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിത രമാബായി ആണ്. മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പ്രചാരം നൽകിക്കൊണ്ട് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സെയ്ദ് അഹമ്മദ് ഖാൻ ആണ്. മുസ്ലിങ്ങൾക്കിടയിൽ
ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിക്കൊണ്ട് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് PSC ഒരു മാർക്ക് ചോദ്യമാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് അറിയപ്പെട്ടത് അലിഗഡ് മുസ്ലിം സർവകലാശാല. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് പിന്നീട് അറിയപ്പെട്ടത് അലിഗഡ് മുസ്ലിം സർവകലാശാല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദു ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ്. വിശ്വസാഹോദര്യത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ഒരു PSC ഒരു മാർക്ക് ചോദ്യം ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരു PSC ഒരു മാർക്ക് ചോദ്യമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസൻ. രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദൻ. ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ എന്നിവരാണ്. അത് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇന്ത്യൻ ദേശീയതയുടെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂന സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ എന്നിവ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് PSC ഒരു മാർക്ക് ചോദ്യം ജവഹർലാൽ നെഹ്റു. ഡിസ്കവറി ഓഫ് ഇന്ത്യ അഥവാ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന ഗ്രന്ഥം രചിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായത് 1885 ഡിസംബർ 28-നാണ്. INCയുടെ ആദ്യ യോഗം നടന്ന സ്ഥലം ബോംബെ തേജ്പാൽ സംസ്കൃത കോളേജിലാണ്. INCയുടെ ആദ്യ യോഗം നടന്ന സ്ഥലം ബോംബെ തേജ്പാൽ സംസ്കൃത കോളേജ്. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം PSC ഒരു മാർക്ക് ചോദ്യം 72. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72. INCയുടെ സമ്മേളനത്തിലെ ആദ്യ അധ്യക്ഷനാണ് WC ബാനർജി. PSC ഒരു മാർക്ക് ചോദ്യം. INCയുടെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ WC ബാനർജി. INCയുടെ ആദ്യ യോഗത്തിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പ്രസംഗിച്ചത് WC ബാനർജി ആണ്. ഈ INCയുടെ ആദ്യത്തെ യോഗത്തിൽ ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും
നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു എന്ന് പ്രസ്താവിച്ചത് WC ബാനർജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തി AO ഹ്യൂമാണ്. PSC ഒരു മാർക്ക് ചോദ്യമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത വ്യക്തി AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദബോധം വളർത്തുക, ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയബോധം വളർത്തുക, ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നിവയായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനം എന്നാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്നത് ദേശീയ പ്രസ്ഥാനം എന്ന രീതിയിലാണ്. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്ര ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 3. സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ എത്ര ഘട്ടങ്ങളായി തരംതിരിച്ചിരിക്കുന്നു? 3 ഘട്ടങ്ങൾ. ദേശീയ പ്രസ്ഥാനത്തിന്റെ 3 ഘട്ടങ്ങളാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്നിവ. ഇതില് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 to 1905 ആണ്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 to 1905. PSC ഒരു മാർക്ക് ചോദ്യമാണ്. മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, അതേപോലെ തന്നെ ഫിറോസ് ഷാ മേത്ത എന്നിവര്. ആരൊക്കെയാണ് മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കള്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത എന്നിവരാണ്. ഇനി ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് PSC ഒരു മാർക്ക് ചോദ്യം. ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് ശമ്പളമായും സമ്മാനമായും നികുതിയുമായുമൊക്കെ പലതരത്തിൽ ചോർത്തിക്കൊണ്ടുപോകുന്നതാണെന്ന് പ്രതിപാദിക്കുന്ന ദാദാഭായ് നവറോജിയുടെ സിദ്ധാന്തത്തെയാണ് നമ്മൾ ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആയിരുന്നു. 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആയിരുന്നു റിസ്ലെ. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. ബംഗാളികൾ നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റിസ്ലെയാണ്. ഒന്നിച്ചു നിൽക്കുന്ന ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാളിനെ വിഭജിച്ചാൽ ശക്തി കുറയും. ബംഗാളിൽ നമ്മുടെ ഭരണത്തെ എതിർക്കുന്നവരുടെ കരുത്ത് ചോർന്നു പോകും. ബംഗാളിൽ നിലനിന്നിരുന്ന ജനതയുടെ ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റിസ്ലെയാണ്. 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭുവാണ്. PSC ഒരു മാർക്ക് ചോദ്യം. 1905 ബംഗാളിനെ 2ആയി വിഭജിച്ച വൈസ്രോയ് കഴ്സൺ പ്രഭു. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ബംഗാൾ വിഭജനം. ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രത്തിന്റെ ഭാഗമാണ് ബംഗാൾ വിഭജനം. ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങള് വിദേശ വസ്ത്രങ്ങൾ തീയിട്ട് നശിപ്പിച്ചു, വിദേശ വസ്തുക്കൾ വിൽക്കുന്ന കടകൾ ഉപരോധിച്ചു, പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു, ഇംഗ്ലീഷുകാർക്കെതിരെ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു, സ്വദേശി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗത്തിന് പ്രേരിപ്പിച്ചു തുടങ്ങിയവയാണ് ബംഗാൾ വിഭജനത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ്. ഗംഗയും ബ്രഹ്മപുത്രയും ആശ്ലേഷിക്കുന്നതും ഫലപുഷ്ടിയമാക്കുന്നതുമായ 2 അറകളാണിത്. ഈ അറകളിൽ നിന്നുത്ഭവിക്കുന്ന ചുടുരക്തമാണ് ബംഗാളികളുടെ സിരകളിലൂടെ ഒഴുകുന്നത്. ബംഗാൾ വിഭജനത്തിനെതിരെ ഇങ്ങനെ നിലപാട് വ്യക്തമാക്കിയത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ഒരു PYQ ക്വസ്റ്റ്യൻ കൂടെയാണ്, അതുകൊണ്ട് ഓർത്തിരിക്കുക.
ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. ബംഗാൾ വിഭജന വിരുദ്ധ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നുള്ളതായിരുന്നു. വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചത് ശർക്കരയാണ്. വിദേശ നിർമ്മിത പഞ്ചസാരയ്ക്ക് പകരം ദേശീയവാദികൾ പ്രോത്സാഹിപ്പിച്ചിരുന്നത് എന്താന്ന് ചോദിച്ചാൽ ശർക്കരയാണ്. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അറിയപ്പെടുന്നതാണ് തീവ്രദേശീയത. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച പുതിയൊരു കാലഘട്ടം അറിയപ്പെടുന്നതാണ് തീവ്രദേശീയത എന്ന് പറയുന്നത്. തീവ്രദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കളാണ് ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ് എന്നിവർ. തീവ്രദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാല്, ലാലാ ലജ്പത് റായ് എന്നിവരാണ്. ഇവരാണ് ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് എന്നറിയപ്പെടുന്നത്. തീവ്രദേശീയതയുടെ മുഖ്യ വക്താവ് ബാലഗംഗാധര തിലകായിരുന്നു. തീവ്രദേശീയതയുടെ മുഖ്യ വക്താവ് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാലഗംഗാധര തിലകാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകാണ്. അപ്പൊ നമ്മള് ബാലഗംഗാധര തിലകിന്റെ പേര് എപ്പോഴാലോചിക്കുമ്പോഴും എന്ത് ചെയ്യാന്ന് വെച്ചാല് ലോകമാന്യ തിലക് എന്നും കൂടെ അങ്ങ് ഓർത്തു വെക്കുക. അങ്ങനെ ആവുമ്പോൾ കുറച്ചുകൂടെ ഇത് കിട്ടാൻ എളുപ്പമായിരിക്കും. ബാലഗംഗാധര തിലക് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നമ്മള് ഏതു പേരും കൂടെ ഓർത്തു വെക്കുക, ലോകമാന്യ തിലക് എന്ന പേരും കൂടെ ഓർത്തു വെക്കുക. ഒരു ട്രെയിനിനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഏത് ഇങ്ങനെ തരത്തിലുള്ള പേര്, എങ്ങനെ ലോകമാന്യ തിലക് എക്സ്പ്രസ് എന്നൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്തിരിക്കാൻ ശ്രമിക്കുക. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങള് മറാത്ത, കേസരി എന്നിവയാണ്. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രമാണ് മറാത്ത, കേസരി എന്നിവ. ബാലഗംഗാധര തിലക് ആരംഭിച്ച പത്രങ്ങളാണ് മറാത്ത, കേസരി എന്നിവ. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത് ബാലഗംഗാധര തിലകാണ്. 1906 ധാക്കയിൽ വച്ച് അഘാ ഖാനും നാം സലീമുള്ള ഖാനും ചേർന്ന് രൂപം കൊടുത്ത സംഘടന സർവേന്ത്യ മുസ്ലിം ലീഗ്. അവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്. 1906 ധാക്കയിൽ വെച്ച് അഘാ ഖാനും നവാബ് സലീമുള്ള ഖാനും ചേർന്ന് രൂപം കൊടുത്ത സംഘടന എന്നാണ് ചോദ്യം. അതിന്റെ ഉത്തരം സർവേന്ത്യ മുസ്ലിം ലീഗ് എന്നാണ്. 1907 കോൺഗ്രസ് അഖിലേന്ത്യാ സമ്മേളനം നടന്ന സ്ഥലം സൂറത്താണ്. 1907 കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂറത്ത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മിതവാദികളെന്നും തീവ്രവാദികളെന്നും രണ്ടായി പിരിഞ്ഞ സൂററ്റ് പിളർപ്പ് നടന്ന വർഷം 1907. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമായി നിലനിർത്തിയ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിലനിർത്തിയ പ്രസ്ഥാനമാണ് ഹോം റൂൾ പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ സജീവമാക്കി നിർത്തിയ പ്രസ്ഥാനം ഹോം റൂൾ പ്രസ്ഥാനം. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1916. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക്, ആനി ബസന്റ് എന്നിവരാണ്. ഹോം റൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക്,
ആനി ബസന്റ് എന്നിവരാണ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിതയാണ് ആനി ബസന്റ്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആകൃഷ്ടയായി 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആനി ബസന്റ്. INCയുടെ ലക്നൗ സമ്മേളനം നടന്ന വർഷം 1916. INCയുടെ ലക്നൗ സമ്മേളനം നടന്ന വർഷം 1916. സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ലക്നൗ സമ്മേളനം. സർവേന്ത്യാ മുസ്ലിം ലീഗുമായി സഹകരിച്ച് ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ച സമ്മേളനം ലക്നൗ സമ്മേളനം. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച INC സമ്മേളനവും 1916 ലക്നൗ സമ്മേളനമാണ്. മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ച INC സമ്മേളനവും 1916 ലക്നൗ സമ്മേളനവുമാണ്. ഏകദേശം 61 ചോദ്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് PSC ചോദിക്കാനുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. വീഡിയോകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സുമായി വരുന്നതുവരെ ഹാവ് എ ഗുഡ് ഡേ, ഓൾ ദി ബെസ്റ്റ്.